Former President Donald Trump is projected to be the next president. Donald Trump will be the 47th president of the United States, winning. ഡൊണാൾഡ് ട്രംപോ കമല ഹാരിസോ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ ഡൊണാൾഡ് ട്രംപാണ് മുന്നിൽ. It is now official. CNN projects that Donald Trump has been elected president, defeating Vice President Kamala Harris. Hey, look what happened. Is this crazy? This is where we stood coming into the night. Donald Trump wants to scrap it. He wants to exclude the children of illegal immigrants. He does not want them to give. ഡൊണാൾഡ് ട്രംപ് ആരാണെന്നും എന്താണെന്നും അറിയാതെ ഇനി ലോകത്തിന് മുന്നോട്ട് പോകാനാവില്ല. മുടിവെട്ടുന്ന ബാർബർ ജോലിക്കായി ജർമ്മനിയിൽ നിന്നും കുടിയേറി പിന്നീട് വേശ്യാലയങ്ങളുടെ നടത്തിപ്പുകാരനായ ഒരു അപ്പൂപ്പന്റെ കൊച്ചുമകൻ അമേരിക്കൻ പ്രസിഡന്റായതിന്റെ വൈരുദ്ധ്യം മാത്രം കൊണ്ടല്ല അത്. വേറെയും കാരണങ്ങളുണ്ട്. അമേരിക്ക മാത്രം ഭരിക്കാനല്ല രണ്ടാം വട്ടവും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുന്നത്. മറിച്ച് ലോകം മുഴുവൻ ഭരിക്കാനും തന്റെ സ്വാധീനം കൊണ്ട് ലോകം ഒരു പന്ത് പോലെ തട്ടിക്കളിക്കാനുമാണ്. വൈറ്റ് ഹൗസിലെ ഇരിപ്പിടത്തിൽ രണ്ടാം വട്ടവും അമർന്നിരിക്കും മുമ്പ് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അത് തെളിയിക്കുന്നതുമാണ്. 13-ാം വയസ്സിൽ സ്കൂളിൽ നിന്ന് പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്താക്കിയ ആൾ അരനൂറ്റാണ്ടിന് ശേഷം വൈറ്റ് ഹൗസിലെത്തി ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായ കഥയാണ് ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. കറുത്തവരെയും തെക്കേ അമേരിക്കൻ സങ്കരവർഗ്ഗക്കാരെയും കണ്ണിന് നേരെ കണ്ടുകൂടാത്ത വെളുത്തവരുടെ മൗലികവാദ സംഘടനകൾക്ക് വാരിക്കോരി സംഭാവന കൊടുത്ത ചരിത്രമുള്ള ട്രംപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എങ്ങനെ ഇത്രയ്ക്ക് പോപ്പുലാരിറ്റി നേടാൻ കഴിഞ്ഞു? അതിന് ആ കഥയുടെ ഉള്ളിലേക്ക് പോകണം. ഇനി ഒരു കാര്യം കൂടി, എന്തിനാണ് നമ്മൾ ട്രംപ് ആരാണെന്ന് ഇത്ര വിശദമായി അറിയുന്നത്? ദൃഷ്ടാന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ദിനം പ്രതി. ഒരു ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തുമ്പോൾ അവിടെയുണ്ട് ട്രംപ് എഫക്റ്റ്. ഇരുട്ടി വെളുക്കുമ്പോൾ പവൻ 5000 രൂപ വർദ്ധിക്കുന്ന എഫക്റ്റ്. അത് ട്രംപിന്റെ വിദേശ വ്യാപാര നയത്തിന്റെ പ്രതിഫലനം. ഒരു പ്രവാസി നാട്ടിലേക്ക് പണം അയക്കാൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ അവിടെയും ട്രംപ് എഫക്റ്റ്. അത് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിന്റെയും കറൻസി നയത്തിന്റെയും പ്രതിഫലനം. വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പെട്ടെന്ന് വില വർധന. അത് ട്രംപിന്റെ ഇറക്കുമതി നയത്തിന്റെ എഫക്റ്റ്. റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇനി അനിശ്ചിതകാലത്തേക്ക് മണ്ണെണ്ണ ഉണ്ടാവില്ലെന്നറിയിപ്പ്. അത് ട്രംപിന്റെ പെട്രോളിയം നയത്തിലെ വ്യതിചലനം. ആഫ്രിക്കയിലെ ദരിദ്ര നാരായണന്മാരായ മനുഷ്യർക്ക് മരുന്നും അന്നവും നിഷേധിക്കുന്ന ട്രംപിന്റെ വിദേശ സഹായ നയം. അങ്ങനെ ഇനി അയാളെയും അയാളുടെ ഭ്രാന്തൻ തീരുമാനങ്ങളെയും ഗൗനിക്കാതെയും പഠിക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നായിരിക്കുന്നു. ഇതിനു മുമ്പ് മലയാളികളെ ഇത്രയധികം ആവേശിക്കുകയും ബാധിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയർ ആയിരിക്കണം. അന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കളുള്ള അമ്മമാരുടെ ചങ്കിൽ തീ കോരിയിട്ടിരുന്ന ഗൾഫ് യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്ന അതേ ജോർജ് ബുഷ് സീനിയർ. അതിനുശേഷം ഇപ്പോൾ ട്രംപാണ്. എന്തായാലും ആ കഥ തുടങ്ങാം. ട്രംപ് കുടുംബത്തിന്റെ വേരുകൾ അന്വേഷിച്ച് ഗവേഷകർ ഏറെക്കാലം പിറകിലേക്ക് പോയിരുന്നു. അവരെല്ലാം എത്തിച്ചേർന്നത് 4 നൂറ്റാണ്ട് മുമ്പുള്ള മധ്യ യൂറോപ്പിലെ കിങ്ഡം ഓഫ് ബവേറിയയിലാണ്. ഇന്ന് ജർമ്മനിയുടെ ഭാഗമാണെങ്കിലും 5 നൂറ്റാണ്ട് മുമ്പ് ജർമ്മൻ സാമ്രാജ്യത്തിന്റെ നിത്യശത്രുക്കളായിരുന്നു ബവേറിയ. AD 1600-കളിൽ ബവേറിയയിൽ പാലറ്റൻ വംശക്കാർ തിങ്ങിപ്പാർക്കുന്ന എല്ലൻസ്റ്റഡ് ഗ്രാമം. അവിടെ ഉരുളക്കിഴങ്ങ് കൃഷിയുമായി ജീവിച്ചിരുന്ന ഹാൻസ് ട്രംഫ്ലർ എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജൂലിയാന എം ട്രംഫ്ലർ, ഇന്ന് നമുക്കറിയാവുന്ന ഡൊണാൾഡ് ട്രംപിന്റെ 6 തലമുറ മുമ്പുള്ള മുതുമുത്തച്ഛനും മുത്തശ്ശിയും. എല്ലൻസ്റ്റഡ് ഗ്രാമത്തിന്റെ കുന്നിൻ ചെരുവുകളിൽ കറുത്ത മണ്ണിൽ ഉരുളക്കിഴങ്ങ് നടാൻ കുഴി കുത്തി നഖത്തിനിടയിൽ ചെളിയും അഴുക്കുമടിഞ്ഞ് അണുബാധയുണ്ടായി അവസാനം ന്യൂമോണിയ പിടിപെട്ടാണ് ഹാൻസ് ട്രംഫ്ലർ മരിക്കുന്നത്. അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു. എന്നാൽ ബവേറിയയിലെ ദാരിദ്ര്യവും അതിശൈത്യവും അതിജീവിച്ചത് ജോഹാൻ ഫിലിപ്പ് ട്രംപ് എന്ന 2ാമത്തെ മകൻ മാത്രം. അച്ഛനെ പോലെ കൃഷിക്കാരനായിരുന്നെങ്കിലും കച്ചവടത്തിലും ജോഹാൻ ഫിലിപ്പ് ട്രംപ് അഭിരുചി കാട്ടി. അക്കാലത്ത് ബവേറിയയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വിശിഷ്ട മദ്യം ജർമ്മൻ സാമ്രാജ്യത്തിലേക്ക് കള്ളക്കടത്ത് നടത്തുന്ന സംരംഭം ജോഹാൻ ഫിലിപ്പ് ട്രംപ് തുടങ്ങി. കാര്യം, ഒരു ബവേറിയക്കാരനെ നേരിൽ കണ്ടാൽ ജർമ്മൻകാരൻ അവനെ തല്ലിക്കൊല്ലുന്നത്ര വൈര്യമുണ്ടായിരുന്നെങ്കിലും ബവേറിയൻ ബിയറും അവിടുത്തെ ഉണക്കിയ പന്നിയിറച്ചിയും ജർമ്മനിക്കാരുടെ വിശിഷ്ട വിഭവങ്ങളായിരുന്നു. ഈ ഡിമാൻഡ് മുതലെടുത്ത ജോഹാൻ ഫിലിപ്പ് ട്രംപ് അതിലൂടെ നല്ല തോതിൽ സമ്പാദ്യമുണ്ടാക്കി. ജൂലിയാന മറിയ റോഡൻ റോത്തിനെയാണ് ജോഹാൻ ഫിലിപ്പ് ട്രംപ് വിവാഹം കഴിച്ചത്. അവർക്ക് 5 മക്കൾ: ജോന സെബാസ്റ്റ്യൻ ട്രംപ്, മരിയ സുസന്ന ട്രംപ്, അന്ന എലിസബത്ത് ട്രംപ്, സോഫിയ മരിയ ട്രംപ്, ഹാൻസ് ജേക്കബ് ട്രംപ്. യോഹാൻ ട്രംപിന്റെ മൂത്ത മകൻ യോഹാന സെബാസ്റ്റ്യൻ ട്രംപ് കള്ളക്കച്ചവടത്തിൽ അച്ഛനേക്കാൾ മിടുക്കനായിരുന്നു. കള്ളക്കടത്തിന് പുറമെ അദ്ദേഹം സമൂഹത്തിൽ ഒരു പ്രമാണി സ്ഥാനവും കൂടി അക്കാലത്ത് നേടുകയുണ്ടായി. എല്ലൻസ്റ്റാഡ് ബോബനിം പള്ളിയിലെ കപ്പ്യാരും കൈകാര്യക്കാരനുമായിരുന്നു സെബാസ്റ്റ്യൻ ട്രംപ്. അക്കാലത്ത് ജർമ്മൻ ലൂഥറൻ പള്ളികളിലെ അധികാര വ്യവസ്ഥയനുസരിച്ച് കപ്പ്യാർ എന്നത് വലിയ പദവിയായിരുന്നു. അധികാര ശ്രേണിയിൽ വികാരിക്കൊപ്പമോ ചിലപ്പോൾ വികാരിക്ക് മുകളിലോ ആയിരുന്നു കപ്പ്യാർ. ഈ പദവി ഉപയോഗിച്ചുണ്ടാക്കിയ വ്യക്തിബന്ധങ്ങൾ സെബാസ്റ്റ്യൻ ട്രംപിന് ജർമ്മനിയിലേക്കുള്ള കള്ളക്കടത്തിന് ഗുണം ചെയ്തു. ട്രംപ് കുടുംബത്തിൽ ധനം കുന്നുകൂടി. സൂസന്ന മാർഗരറ്റ ട്രംപിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് 8 മക്കൾ: ജോഹാൻ പോൾ ട്രംപ്, ജോഹാൻ മൈക്കൽ ട്രംപ്, ജോഹാൻ ലോറൻസ് ട്രംപ്, അന്ന മാർഗരറ്റ ട്രംപ്, ജോഹാൻ ജേക്കബ് ട്രംപ്, ജോഹാൻ സെബാസ്റ്റ്യൻ ട്രംപ് 4-മൻ, സൂസന്ന എലിസബത്ത് ട്രംപ്,
ജോഹാൻ ഫ്രെഡറിക് ട്രംപ്. 1756 സെബാസ്റ്റ്യൻ ട്രംപ് മരിച്ചു. മൂത്ത മകൻ യോഹാൻ പോൾ ട്രംപിനാണ് അച്ഛന്റെ സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ചത്. പള്ളിയിലെ കപ്യാർ സ്ഥാനവും കച്ചവടവും ഒസ്യത്തായി കിട്ടിയ യോഹാൻ പോൾ ട്രംപിന് പക്ഷേ തുടർച്ചയായി സഹോദരങ്ങളോട് ഇതിനെ ചൊല്ലി വഴക്കിടേണ്ടി വരുന്നുണ്ട്. അച്ഛന്റെ സ്വത്തുക്കൾ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ അവർ യോഹാനെ സമ്മതിച്ചില്ല. ട്രംപ് കുടുംബത്തിൽ അധികാര തർക്കങ്ങൾ പതിവായി. മാരിയ എലിസബത്ത ട്രംപിനെയാണ് യോഹാൻ പോൾ ട്രംപ് വിവാഹം കഴിച്ചത്. അവർക്ക് 4 മക്കൾ: മാരിയ ഡൊറോത്തിയ ട്രംപ്, ജൂലിയാന ട്രംപ്, ഷാർലറ്റ് ലൂയിസ ഹെൻസ്, ജോഹനസ് ട്രംപ് ജൂനിയർ. 1792 യോഹാൻ പോൾ ട്രംപ് അന്തരിച്ചു. അതിനു മുമ്പേ അധികാര തർക്കത്തിൽ കുടുംബം തല്ലിപ്പിരിഞ്ഞിരുന്നു. അച്ഛനും സഹോദരങ്ങളുമായി സ്വത്തിനെ ചൊല്ലി നടത്തിയ കലാപങ്ങളിൽ മനസ്സുമെടുത്ത് യോഹാൻ പോൾ ട്രംപിന്റെ മൂത്ത മകൻ ജോഹനസ് ട്രംപ് ജൂനിയർ എല്ലൻസ്റ്റാഡിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. അവൻ എത്തിയത് ബവേറിയയിലെ തന്നെ കാൾസ്റ്റാഡിലാണ്, മെയിൻ നദിയുടെ വലതുകര. നൂറ്റാണ്ടുകളായി മുന്തിരി കൃഷിക്ക് പറ്റിയ ഇടം. ജോഹാൻസ് ട്രംപ് ജൂനിയർ തന്റെ പിതാവിൽ നിന്ന് മോഷ്ടിച്ച അല്പം പണമുണ്ടായിരുന്നത് ചിലവാക്കി മുന്തിരി കൃഷിക്ക് നിലം പാട്ടത്തിനെടുത്തു. അക്കാലത്ത് കാൾസ്റ്റാഡിലെ മുന്തിരി കർഷകർ തദ്ദേശീയമായതും രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തതുമായ ഒരിനം മുന്തിരിവള്ളികളാണ് നട്ടിരുന്നത്. ഇത് മിക്കപ്പോഴും കാലാവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കാത്തതായിരുന്നു. എന്നാൽ അല്പമകലെ ജർമ്മൻ സാമ്രാജ്യത്തിൽ മേൽത്തരം രോഗപ്രതിരോധ ശേഷിയുള്ള മുന്തിരിവള്ളികൾ ലഭിച്ചിരുന്നു. ജന്മസിദ്ധമായി കള്ളക്കടത്ത് രക്തം സിരകളിൽ ഓടിയിരുന്ന ജൂനിയർ ട്രംപ് ജർമ്മനിയിൽ നിന്ന് സാഹസികമായി മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ആ വിളവെടുപ്പ് സീസണിൽ രോഗം വന്ന് മറ്റ് കർഷകരുടെ എല്ലാം മുന്തിരി കൃഷി നശിച്ചപ്പോൾ ട്രംപ് ജൂനിയറിന്റെ കൃഷി മാത്രം നല്ലപോലെ കാശുണ്ടാക്കി. ജൂനിയർ ട്രംപ് അവിടുത്തെ മുന്തിരി കർഷകരുടെ തലൈവരായി മാറാൻ അധികം വൈകിയില്ല. കാൾസ്റ്റാഡിൽ നിന്ന് തന്നെയാണ് ജൂനിയർ ട്രംപ് വിവാഹം കഴിച്ചത്. വധു സൂസന്ന മരിയ ട്രംപ്. അവർക്ക് 4 മക്കൾ: മരിയ കാതറീന ഷ്രീബർ, ക്രിസ്ത്യൻ ജെ ട്രംപ്, അന്ന എലിസബത്ത് ഷ്വീൻ, ഫ്രെഡറിക് ട്രംപ്. 1835 ജോഹനസ് ട്രംപ് ജൂനിയർ മരിച്ചു. ഇനി ഇവിടെ നിന്നാണ് തുടരേണ്ടത്. ജൂനിയർ ട്രംപിന്റെ 2ാമത്തെ മകൻ ക്രിസ്ത്യൻ ജെ ട്രംപിൽ നിന്ന്. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ബ്ലഡ് ലൈൻ തുടരുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. സ്ഥിരം രോഗിയായിരുന്നു ക്രിസ്ത്യൻ ട്രംപ്. പൾമോണറി എഫിസിമ എന്ന ശ്വാസകോശ രോഗം അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. ശ്വാസകോശത്തിൽ വായുകുമിളകൾ രൂപപ്പെടുന്ന രോഗമാണിത്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ പിതാവ് ട്രംപ് ജൂനിയറിന്റെ സംരക്ഷണയിലാണ് ക്രിസ്ത്യൻ ട്രംപ് ജീവിച്ചിരുന്നത്. കാതറീന ബി ട്രംപിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് 8 മക്കൾ: സിബില്ല ലൂയിസ ഷൂസ്റ്റർ, കോൺറാഡ് ട്രംപ്, ഫ്രെഡറിക് ട്രംപ്, ബാർബറ വെയ്സ്ബോൺ, കാതറീന ട്രംപ്, ജോനാസ് ട്രംപ്, ജേക്കബ് ട്രംപ്, എലിസബത്ത ഫ്രൂണ്ട്. പിതാവിന്റെ ശ്വാസകോശ രോഗം ആ കുടുംബത്തെ അപ്പോഴേക്കും കടക്കാരാക്കിയിരുന്നു. മക്കളെല്ലാം മറ്റുള്ളവരുടെ മുന്തിരിത്തോട്ടങ്ങളിൽ വേലയ്ക്ക് പോയി തുടങ്ങി. പതിയെ ട്രംപ് കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങി. ഇതിനിടെ ബവേറിയയിലും പല രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. 1871 ജർമ്മൻ സാമ്രാജ്യം ബലം പ്രയോഗിച്ച് ബവേറിയയെ തങ്ങളോട് ചേർത്തു. അങ്ങനെ കിങ്ഡം ഓഫ് ബവേറിയ ഇല്ലാതായി. ബവേറിയയിൽ ജർമ്മൻ നിയമങ്ങൾ പ്രാബല്യത്തിലായി. അതിലൊന്നായിരുന്നു 15 വയസ്സ് തികഞ്ഞ ആൺകുട്ടികൾ 2 വർഷം നിർബന്ധിത സൈനിക സേവനം നടത്തണം എന്നത്. അതിന് 3ാമത്തെ മകൻ ഫ്രെഡറിക് ട്രംപ് തയ്യാറല്ലായിരുന്നു. 1883 തന്റെ 14ാം വയസ്സിൽ ഫ്രെഡറിക് ലാങ്ങിന് കീഴിൽ മുടിമുറിക്കൽ പഠിച്ച് ഒരു ബാർബറായി ഇനിയുള്ള കാലം ജീവിക്കാൻ ഉറച്ച് ഫ്രെഡറിക് ട്രംപ് ഫ്രാങ്കൻതാലിലേക്ക് നാടുവിട്ടു പോകുന്നു. അമ്മയോട് മാത്രമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് ബാർബർ പണി പഠിച്ച് ഫ്രെഡറിക് ട്രംപ് കാൾസ്റ്റാഡിലേക്ക് തിരിച്ചെത്തി. ആകെ 1000 പേർ മാത്രമുള്ള ചെറിയൊരു ടൗൺഷിപ്പായിരുന്നു കാൾസ്റ്റാഡ്. നേരത്തെ തന്നെ അവിടെ 3 ബാർബർമാരുണ്ട്. അങ്ങാടിയുടെ മൂലയ്ക്കൽ ഒരു മസ്ലിൻ തുണി വിരിച്ച് കത്തിയും കത്രികയുമായിരുന്ന ഫ്രെഡറിക്കിനെ ആരും ഗവനിച്ചില്ല. തന്റെ സ്വന്തം ആവശ്യത്തിനുള്ള ഒരു കഷ്ണം റൊട്ടിക്കും 2 ഉരുളക്കിഴങ്ങിനും പോലും ഈ പണി ഇവിടെ ഉപകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതിനാവില്ലെന്ന് ഫ്രെഡറിക്കിന് മനസ്സിലായി. അന്ന് അമേരിക്കൻ ഡ്രീമിന്റെ ഭാഗമാകാൻ ഒളിച്ചു പോകുന്ന ബവേറിയക്കാരുടെ പാത പിന്തുടരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഒരു കുതിരവണ്ടിക്കാരനെ മണിയടിച്ച് ഫ്രെഡറിക്ക് കാൾസ്റ്റാഡിൽ നിന്ന് ബ്രമൻ തുറമുഖത്തേക്ക് പോയി. അവിടെ നിന്ന് 1885 ഒക്ടോബർ 7 ഐഡർ എന്ന ആവിക്കപ്പലിൽ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. 12 ദിവസത്തിന് ശേഷം 1885 ഒക്ടോബർ 19 ആ കപ്പൽ ന്യൂയോർക്കിലെടുത്തു. അമേരിക്കയിൽ ട്രംപിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. അധികം വൈകാതെ സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്രെഡറിക് നാടുവിട്ട കാര്യം ജർമ്മൻ റോയൽ പോലീസ് അറിഞ്ഞു. അവർ ഫ്രെഡറിക് ട്രംപിന് ജർമ്മൻ സാമ്രാജ്യത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. 12 ദിവസമെടുത്താണ് അറ്റ്ലാന്റിക് മഹാസമുദ്രം മുറിച്ചു കടന്ന് ആവിക്കപ്പലായ ഐഡർ ന്യൂയോർക്ക് തുറമുഖത്ത് അടുത്തത്. ഹാർബറിന്റെ അങ്ങേയറ്റത്തുണ്ടായിരുന്ന കാസിൽ ഗാർഡൻ ഇമിഗ്രന്റ് ലാൻഡിംഗ് ഡിപ്പോയിലേക്ക് ഫ്രെഡറിക് ട്രംപ് ആനയിക്കപ്പെട്ടു. യൂറോപ്പിൽ നിന്നുമെത്തുന്ന കുടിയേറ്റക്കാരുടെ ഇമിഗ്രേഷൻ നടപടികൾ അക്കാലത്ത് പൂർത്തിയാക്കിയിരുന്നത് കാസിൽ ഗാർഡൻ ഇമിഗ്രന്റ് ലാൻഡിംഗ് ഡിപ്പോയിലെ ചെറിയ പാണ്ഡികശാലയിൽ വെച്ചായിരുന്നു. രേഖകൾ പരിശോധിച്ച ഇമിഗ്രേഷൻ പോലീസിന് പെട്ടെന്ന് ആളെ പിടികിട്ടി. സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടി വന്നിരിക്കുന്നയാളാണെന്ന് വ്യക്തമായപ്പോൾ പോലീസ് ഫ്രെഡറിക്കിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. കാരണം അമേരിക്കൻ കുടിയേറ്റ നിയമപ്രകാരം ജന്മനാട് അറിയാതെ വന്നതായതിനാൽ അതൊരു അനധികൃത കുടിയേറ്റമാണ്. ദൈന്യതയോടെ ഫ്രെഡറിക് ട്രംപ് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. എന്തായാലും അന്നത്തെ ദിവസം ഏറ്റവും അവസാനത്തെ കുടിയേറ്റക്കാരനായി ഫ്രെഡറിക്കിന് സ്റ്റാമ്പ് പതിച്ചു കിട്ടുന്നു. US ഇമിഗ്രേഷൻ രേഖകളിൽ അദ്ദേഹത്തിന്റെ പേര് ഫ്രൈഡർ ട്രംപ് എന്നും ഒരു തൊഴിലന്വേഷകനാണ് ഇയാളെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഡ്രീം അതിന്റെ സകല പ്രതാപത്തോടെയും ലോകത്തിന് മുന്നിൽ ചുരുൾന്നു വരുന്ന കാലമാണ്. വലിയ പൊങ്ങച്ച തെരുവുകളും അമ്പരചുംബികളും എവിടെയും ഉയർന്നു പൊങ്ങുന്നു. ന്യൂയോർക്ക് സകല ഊർജ്ജവും സംഭരിച്ച് ഭാവിയിലേക്ക് കുതിക്കുന്ന സമയം. എന്നാൽ ലാൻഡിംഗ് ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയ ഫ്രെഡറിക് ട്രംപ് ഹാർബറിന് മുമ്പിൽ വാവൊളിച്ചു നിന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല.
അവിടെ കുടിയേറ്റക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ട്രക്കിൽ അയാൾ കയറിക്കൂടുന്നു. അവരോട് ആരോടും താൻ ജർമ്മൻകാരനാണെന്ന് അയാൾ പറഞ്ഞില്ല. കാരണം ജർമ്മൻ കുടിയേറ്റക്കാരെ കണ്ടാൽ ന്യൂയോർക്കിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന കാലമാണ്. പ്രഷ്യക്കാരും ആസ്ട്രിയക്കാരും ഡച്ചുകാരുമെല്ലാമാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. താൻ സ്വീഡനിലെ കാൾസ്റ്റാഡിൽ നിന്നുള്ള ഫ്രെഡറിക് ആണ് എന്നാണ് അയാൾ അവിടെ കണ്ടവരോടെല്ലാം പറഞ്ഞത്. ഈ കഥയെല്ലാം പിന്നീട് 1987 ഡൊണാൾഡ് ട്രംപ് എഴുതിയ ദി ആർട്ട് ഓഫ് ഡീൽ എന്ന സ്വന്തം ആത്മകഥയിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഈ ആത്മകഥ എഴുതിയത് ടോണി ഷ്വാർട്സ് എന്ന കൂലിയെഴുത്തുകാരനാണ് എന്നത് മറ്റൊരു കാര്യം. അതെല്ലാം വഴിയെ പറയാം. ഫ്രെഡറിക് ട്രംപ് അമേരിക്കയിലേക്ക് കുടിയേറുന്നതിന് 2 വർഷം മുമ്പേ അദ്ദേഹത്തിന്റെ സഹോദരി കാതറീന അവിടെ എത്തിയിരുന്നു. സഹോദരിക്കും അവരുടെ ഭർത്താവ് ഫ്രെഡ് ഷൂസ്റ്ററിനുമൊപ്പം മാൻഹാട്ടന്റെ ലോവർ ഈസ്റ്റ് സൈഡിൽ 76 ഫോർസിത്ത് സ്ട്രീറ്റിൽ ഒരു താൽക്കാലിക വാസസ്ഥാനം കണ്ടെത്തി. ജർമ്മൻ പാലറ്റൈൻ കുടിയേറ്റക്കാർ ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ചെറിയൊരു ബാർബർ ഷോപ്പും ട്രംപ് അവിടെ തട്ടിക്കൂട്ടി. പിന്നീട് 606 ഈസ്റ്റ് 17ാം സ്ട്രീറ്റിലേക്കും 2ാം അവന്യൂവിലേക്കും ഫ്രെഡറിക് ട്രംപ് തന്റെ ബാർബർ ഷോപ്പും താമസവും മാറ്റുന്നുണ്ട്. കാലം പോകെ 6 വർഷം കഴിഞ്ഞ് 1891 വാഷിംഗ്ടൺ സംസ്ഥാനം രൂപീകരിച്ചു. ന്യൂയോർക്കിൽ നിന്നും വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് അപ്പോഴേക്കും ഭാഗ്യാന്വേഷികളുടെ പ്രയാണം തുടങ്ങിയിരുന്നു. ഫോർഡും ജനറൽ മോട്ടോഴ്സും അടക്കമുള്ള കമ്പനികൾ സിയാറ്റിലേക്ക് കൊണ്ടുവന്ന വൻ നിക്ഷേപത്തിൽ ആകൃഷ്ടരായിട്ടായിരുന്നു ഇത്. അവിടെ തന്റെയും ഭാഗ്യം പരീക്ഷിക്കാൻ ഫ്രെഡറിക് ട്രംപ് തീരുമാനിക്കുന്നു. 2nd അവന്യൂവിലെ ബാർബർ ഷോപ്പ് പൂട്ടി സിയാറ്റിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ റെഡ് ലൈറ്റ് സ്ട്രീറ്റായ പയനിയർ സ്ക്വയറിന് സമീപം അക്കാലത്ത് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, പൂഡിൽ ഡോഗ്. ഒരു നോർവീജിയൻ കുടിയേറ്റക്കാരൻ്റെതായിരുന്നു അത്. ഫ്രെഡറിക് ട്രംപ് അത് ലീസിനെടുത്ത് റെസ്റ്റോറന്റ് പ്രവർത്തനക്ഷമമാക്കി. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ വലിയ ഒറ്റമുറിയുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൽ ഫ്രെഡറിക് ട്രംപ് ഒരു അവസരം കണ്ടു. പയനിയർ സ്ക്വയറിലെ ലൈംഗിക തൊഴിലാളികൾക്ക് തങ്ങളുടെ ഇടപാടുകാർക്കുള്ള സേവനം നൽകാൻ വേണ്ടി ആ വലിയ ഹാൾ ചെറിയ ക്യൂബിക്കിളുകളാക്കി രൂപമാറ്റം വരുത്തി. മണിക്കൂറിന് 10 സെന്റ് എന്ന ചുരുങ്ങിയ വാടകയാണ് ഈടാക്കിയത്. ഇതോടൊപ്പം ഇവർക്ക് ഭക്ഷണ സൗകര്യവും ഒരുക്കി. ഈ ക്യൂബിക്കിൾ വേശ്യാലയ പരിപാടി വലിയ വിജയമായി. 1892 ഫ്രെഡറിക് ട്രംപിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു. 1894 ഗ്രോവർ ക്ലീവ്ലാൻഡിനെ അമേരിക്കൻ പ്രസിഡന്റാക്കിയ തെരഞ്ഞെടുപ്പിൽ വാഷിംഗ്ടണിൽ ട്രംപ് ആദ്യമായി വോട്ടും ചെയ്തു. 3 വർഷത്തോളം ആ റെസ്റ്റോറന്റും വേശ്യാലയവും നടത്തി മോശമല്ലാത്തൊരു സമ്പാദ്യം ഉണ്ടാക്കിയ ശേഷം 1894 ഫെബ്രുവരി 14 ട്രംപ് തന്റെ റെസ്റ്റോറന്റ് വിറ്റു. അത് മറ്റൊരു ലക്ഷ്യത്തോടെയായിരുന്നു. സിയാറ്റിലിന് വടക്കുള്ള സ്നോഹോമിഷ് കൗണ്ടിയിലുള്ള വളർന്നുവരുന്ന ഖനന പട്ടണമായ വാഷിംഗ്ടണിലെ മോണ്ടെക്രിസ്റ്റോയിലേക്കാണ് അദ്ദേഹം താമസം മാറിയത്. അക്കാലത്ത് മോണ്ടെക്രിസ്റ്റോ മലയിൽ നിന്നും ഇറങ്ങി വന്ന ചില ഖനിത്തൊഴിലാളികളുടെ കൈവശം സ്വർണം നിറച്ച ചാക്കുകെട്ടുകൾ കണ്ടുവെന്ന് സിയാറ്റിലാകെ ശ്രുതി പരന്നിരുന്നു. അതോടെ പെട്ടെന്ന് സമ്പന്നരാകാനുള്ള പ്രതീക്ഷയിൽ സ്വർണ്ണവേട്ടക്കാർ ഈ പ്രദേശത്തേക്ക് താമസം മാറി. മോണ്ടെക്രിസ്റ്റോ അടങ്ങുന്ന എവററ്റ് പ്രദേശത്തുടനീളം കോടീശ്വരനായ ജോൺ ഡി റോക്ക്ഫെല്ലർ നടത്തിയ സാമ്പത്തിക നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും പ്രദേശത്തിന്റെ സാധ്യതകളെക്കുറിച്ച് അതിശയോക്തിപരമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു. പൂഡിൽ ഡോഗ് റെസ്റ്റോറന്റ് വിറ്റ് തൊട്ടടുത്ത മാസം തന്നെ ഫ്രെഡറിക് ട്രംപ് മോണ്ടെക്രിസ്റ്റോയിലേക്ക് ഭാണ്ഡമുറുക്കിയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. സിയാറ്റിൽ വിടുന്നതിന് മുമ്പ് നഗരത്തിന് 12 മൈൽ കിഴക്കുള്ള പൈൻ ലേക്ക് പീഠഭൂമിയിൽ 40 ഏക്കർ സ്ഥലം വെറും $200 വാങ്ങി. ഇത് ട്രംപ് കുടുംബത്തിന്റെ അമേരിക്കയിലെ ആദ്യത്തെ പ്രധാന റിയൽ എസ്റ്റേറ്റ് വാങ്ങലായിരുന്നു. മോണ്ടെക്രിസ്റ്റോയിലെത്തി ആദ്യ ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഫ്രെഡറിക് ട്രംപിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. എന്തായാലും സ്വർണം കുഴിച്ചെടുക്കാനുള്ള മണ്ടൻ മണിക്കല്ല താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറിച്ച് സ്വർണ്ണവേട്ടക്കാരെ ഖനനം ചെയ്യുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. അധിക ദിവസം കഴിയും മുമ്പേ അതിനുപറ്റിയ ഒരു സ്ഥലവും ഫ്രെഡറിക് ട്രംപ് കണ്ടെത്തി. ട്രംപ് കുടുംബം ഒരു നൂറ്റാണ്ടുകാലമായി അമേരിക്കയിൽ തുടർന്നു വരുന്ന റിയൽ എസ്റ്റേറ്റ് ചതിപ്പണികളിൽ ആദ്യത്തേതാണ് അവിടെ നടന്നത്. മോണ്ടെക്രിസ്റ്റോയിൽ ട്രെയിൻ സ്റ്റേഷന് സമീപമുള്ള ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലം ട്രംപിന്റെ കണ്ണിലുടക്കിയിരുന്നു. ഇത് സർക്കാർ പുറമ്പോക്കാണ്. അക്കാലത്ത് വില നൽകാൻ കഴിവുള്ള ആർക്കും വാഷിംഗ്ടൺ സംസ്ഥാനത്തിലെ സർക്കാർ തങ്ങളുടെ തരിശു നിലം വിൽക്കുകയോ ലീസ് നൽകുകയോ ചെയ്തിരുന്നു. ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനറൽ ലാൻഡ് ഓഫീസിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചു. ആ പുറമ്പോക്കിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ ജനറൽ ലാൻഡ്സ് ഓഫീസ് ഏക്കറിന് $1000 ഫീസ് ആവശ്യപ്പെട്ടത്. ഇത് ട്രംപിന് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. പകരം അദ്ദേഹം ചെറിയ വിലയ്ക്ക് ഭൂമിയിൽ ഒരു സ്വർണ്ണ പ്ലേസർ ക്ലെയിം ഫയൽ ചെയ്തു. ഇതും വാഷിംഗ്ടൺ സംസ്ഥാനത്തെ ഒരു നിയമമായിരുന്നു. സർക്കാർ പുറമ്പോക്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇരുമ്പോ വെള്ളിയോ സ്വർണ്ണമോ അങ്ങനെ ഏത് ലോഹത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയാലും അത് സർക്കാരിന് നിശ്ചിത ഫീസ് നൽകി ഇഷ്ടം പോലെ ഖനനം ചെയ്യാം. ഈ നിയമം ഉപയോഗിച്ചാണ് ട്രംപ് ഭൂമിയിൽ സ്വർണ്ണ പ്ലേസ്മെന്റ് ക്ലെയിം നൽകിയത്. ഏതാണ്ട് ഇതേ സമയം തന്നെ എവററ്റ് നിവാസിയായ നിക്കോളാസ് റൂഡ്ബെക്ക് എന്നൊരു വ്യാപാരി ഈ ഭൂമി സർക്കാരിന് വില കൊടുത്തു വാങ്ങുന്ന കരാറുണ്ടാക്കുകയും ചെയ്തു. ട്രംപ് ജനറൽ ലാൻഡ്സ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി തന്റെ സ്വർണ്ണ ഖനന പ്ലേസ്മെന്റ് നിലനിർത്തി. ഇതോടെ നിക്കോളാസ് റൂഡ്ബെക്കും ട്രംപും നിയമപരവും കായികവുമായ യുദ്ധം തുടങ്ങി. അധികാരവും പണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഫ്രെഡറിക് ട്രംപിന് മനസ്സിലായത് ആ യുദ്ധത്തിലായിരുന്നു. തന്റെ കുടുംബത്തെ മുഴുവൻ പിന്നീട് അയാൾ പഠിപ്പിച്ച പാഠവും അതായിരുന്നു.
അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ജനറൽ ലാൻഡ്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർലോഭം പണമെറിഞ്ഞു. സിയാറ്റിലിൽ നിന്നും വില കൂടിയ ലൈംഗിക തൊഴിലാളികൾ എത്തിച്ചു നൽകി. അക്കാലത്ത് ന്യൂയോർക്കിൽ മാത്രം ലഭ്യമായിരുന്ന ജാക്ക് ഡാനിയൽസ് വിസ്കി കേസ് കണക്കിന് ലഭ്യമാക്കി. ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഖനന പരിപാടിയുമായി മുന്നോട്ട് പോയി. അയാൾ ആദ്യം ചെയ്തത് ആ ഭൂമിയിൽ ചെറിയ തടി കോട്ടേജുകൾ നിർമ്മിക്കുകയായിരുന്നു. ഖനനത്തിന് എന്തിനാണ് കോട്ടേജുകൾ എന്ന് ചോദിച്ചവരോട് അത് തന്റെ തൊഴിലാളികൾക്ക് താമസിക്കാനാണെന്ന് അയാൾ കള്ളം പറഞ്ഞു. അങ്ങനെ ട്രംപിന്റെ റെസ്റ്റോറന്റും നക്ഷത്ര വേശ്യാലയവും ആ ഭൂമിയിൽ ഉയരുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ നിക്കോളാസ് റൂഡ്ബെക്കിന് സാധിച്ചുള്ളൂ. അധികം വൈകാതെ ചുളുവിലേക്ക് ആ ഭൂമി ട്രംപിന് തന്നെ വിറ്റ് നിക്കോളാസ് കളം വിട്ടു. 1894 ഡിസംബറിൽ ഭൂമി ഫ്രെഡറിക് ട്രംപിന്റെ സ്വന്തമായി. രസകരമെന്നും വിരോധാഭാസമെന്നും തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. തങ്ങൾക്ക് എന്ത് ചോദിച്ചാലും തരുന്ന ട്രംപിനെ മോണ്ടെ ക്രിസ്റ്റോ ടൗണിലെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് 1896 സമാധാന പാലന ചുമതലയുള്ള ടൗൺ ഷെരീഫായി തിരഞ്ഞെടുത്തു. ഒന്നാലോചിക്കണം, 5-നെതിരെ 32 വോട്ടുകൾക്കായിരുന്നു അന്ന് ഫ്രെഡറിക് ട്രംപിന്റെ വിജയം. ക്രമസമാധാന പാലന ചുമതലയുള്ള വേശ്യാലയം നടത്തിപ്പുകാർ. ട്രംപ് കുടുംബം എക്കാലവും ഇത്തരം ചില പാരഡോക്സുകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. എന്തായാലും മോണ്ടെ ക്രിസ്റ്റോയിൽ അധികം തുടരാനായില്ല. വർഷങ്ങൾ നീണ്ട ഖനനത്തിൽ മോണ്ടെ ക്രിസ്റ്റോയിൽ ഒരിക്കൽ വിശ്വസിച്ചിരുന്നത് പോലെ സ്വർണവും വെള്ളിയും ഇല്ലെന്ന് വെളിപ്പെട്ടതോടെ തൊഴിലാളികൾ ഇവിടം വിടാൻ തുടങ്ങി. എവററ്റ് ബബിൾ ബസ്റ്റ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെട്ടത്. ജോൺ ഡി റോക്ക്ഫെല്ലർക്ക് $100 മില്യൺ നഷ്ടപ്പെട്ട ബബിൾ ബസ്റ്റ്. 1896 വസന്തകാലത്തോടെ മിക്ക ഖനിത്തൊഴിലാളികളും മോണ്ടെ ക്രിസ്റ്റോ വിട്ടുപോയി. തൊഴിലാളികളുടെ കുറവും ബിസിനസ് കുറയുന്നതും ട്രംപിനെയും മാറ്റി ചിന്തിപ്പിച്ചു. അവിടെ വിടാനും തീരുമാനമായി. ബ്രിട്ടീഷ് കൊളംബിയയിലെ മഞ്ഞുറഞ്ഞ തടാകങ്ങൾ പിന്നിട്ട് ട്രംപ് എത്തിയത് യുക്കോൺ പ്രവിശ്യയിലാണ്. മോണ്ടെ ക്രിസ്റ്റോയിൽ നിന്നും സ്വർണം കിട്ടാതെ പിൻവാങ്ങിയ ഭാഗ്യാന്വേഷകർ കൂട്ടത്തോടെ അപ്പോഴേക്കും യുക്കോണിലെത്തിയിരുന്നു. യുക്കോൺ നദിയിലൂടെ പോയ ബോട്ടുകളിൽ സ്വർണം നിറച്ച ചാക്കുകൾ കണ്ടെത്തിയെന്നും നദിയുടെ മുകൾ ഭാഗത്ത് സ്വർണ്ണമുണ്ടെന്നുമായിരുന്നു പ്രചാരണം. അത് യുക്കോൺ ഗോൾഡ് റഷിന്റെ തുടക്കമായിരുന്നു. പതിവ് പോലെ ട്രംപ് അവിടെയും തൊഴിലാളികൾക്കായി കംഫർട്ട് സ്റ്റേഷൻ ആരംഭിച്ചു. ഭക്ഷണവും ലൈംഗികതയും. സ്വർണ്ണവേട്ടക്കാരുടെ സ്ഥിരം റൂട്ടായ വൈറ്റ് പാസിലെ കുപ്രസിദ്ധമായ ഡെഡ് ഹോഴ്സ് ട്രെയിലിൽ 1898 വസന്തകാലത്ത് ട്രംപും ഏണസ്റ്റ് ലെവിൻ എന്ന മറ്റൊരു ഖനിത്തൊഴിലാളിയും ചേർന്ന് ഒരു ടെന്റ് റെസ്റ്റോറന്റ് തുറന്നു. കുതിരയിറച്ചി സോസേജ് ആയിരുന്നു പ്രധാന വിഭവം. പുറമെ മണിക്കൂർ റേറ്റിന് കംഫർട്ട് മുറികളും. അവിടെയും ട്രംപിന്റെ സംരംഭം വിജയമായി. അധികം വൈകാതെ 1898 മെയ് മാസത്തിൽ ഫ്രെഡറിക് ട്രംപ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ബെന്നറ്റിൽ ഒരു ആർട്ടിക് റെസ്റ്റോറന്റും കംഫർട്ട് ഹോട്ടലും തുറന്നു. 1900 അലാസ്കയിലെ സ്കാഗ്വേക്കും യൂക്കോണിലെ വൈറ്റ് ഹോഴ്സിനും ഇടയിലുള്ള 111 മൈൽ വൈറ്റ് പാസും യൂക്കോൺ റൂട്ടും റോഡ് പണി പൂർത്തിയായി. ഇത് വൻ സാധ്യത തുറക്കുന്നതാക്കി മനസ്സിലാക്കിയ ട്രംപ് ഇവിടെ വൈറ്റ് ഹോഴ്സ് റെസ്റ്റോറന്റിന് എന്ന സ്ഥാപനവും ഉയർത്തിയെടുത്തു. ഇക്കാലത്തെല്ലാം കൂടെയുണ്ടായിരുന്ന ട്രംപിന്റെ പാർട്ണർ ഏണസ്റ്റ് ലെവിൻ പക്ഷെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ബിസിനസിനേക്കാൾ സ്ഥാപനത്തിലുള്ള ലൈംഗിക തൊഴിലാളികളുമായി മേളിക്കുന്നതിലും മദ്യപാനത്തിലുമായിരുന്നു അയാളുടെ ശ്രദ്ധ. ഇതെല്ലാം കൊണ്ട് 1901 ജനുവരിയിൽ ട്രംപ് പാർട്ണർ ലെവിനുമായി വേർപിരിഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞ് ഏപ്രിലിൽ അവർ അനുരഞ്ജനത്തിലായി. അതിന് ഫ്രെഡറിക് ട്രംപിന് ഒരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. ആ സമയത്ത് യൂക്കോണിലെ പ്രാദേശിക സർക്കാർ വേശ്യാവൃത്തി, ചൂതാട്ടം, മദ്യം എന്നിവ അടിച്ചമർത്തുന്നതായി പ്രഖ്യാപിച്ചു. എന്നാൽ ആ വർഷം അവസാനം വരെ ബിസിനസ്സുകാർ സ്വാധീനം ഉപയോഗിച്ച് ഈ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ ലോബിയുമായി ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് വ്യാപാരികൾക്ക് മാത്രമേ ഇക്കാര്യം അറിയാമായിരുന്നുള്ളൂ. മദ്യവും മദിരാക്ഷിയുമായി സുഖിക്കുന്ന ലെവിൻ അറിയില്ലായിരുന്നു. താൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോവുകയാണെന്നും വ്യാപാരത്തിൽ നിന്ന് വിരമിക്കുകയാണെന്നും ട്രംപ് ലെവിനോട് കള്ളം പറഞ്ഞു. പങ്കുകച്ചവടം ഒഴിയുകയാണെന്നും തന്റെ ഷെയറിന് തുല്യമായ തുക നൽകി ഹോട്ടലുകളെല്ലാം ലെവിനോട് ഒറ്റയ്ക്ക് എടുത്തുകൊള്ളാനും ട്രംപ് അറിയിച്ചു. ചതി മനസ്സിലാകാതിരുന്ന ലെവിൻ ഇത് സമ്മതിച്ചു. ട്രംപ് റെസ്റ്റോറന്റിലെ തന്റെ പങ്ക് ലെവിന് വിറ്റു. 1901 യൂക്കോണിൽ നിന്ന് പുറത്തുപോയി. 1 വർഷം കഴിഞ്ഞ് ചതി മനസ്സിലായപ്പോഴേക്കും ലെവിൻ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അയാൾ പിന്നീട് തെരുവിൽ കിടന്ന് കുടിച്ചാണ് മരിക്കുന്നത്. 1901 തന്നെ ട്രംപ് ഒരു ധനികനെ പോലെ ജർമ്മനിയിലെ കാൾസ്റ്റാഡിലേക്ക് മടങ്ങി. 15 വർഷത്തെ കച്ചവട ജീവിതം തരക്കേടില്ലാത്ത സമ്പാദ്യം അയാൾക്ക് നൽകിയിരുന്നു. ജർമ്മനിയിലേക്ക് മടങ്ങാനും അയാൾക്കൊരു കാരണമുണ്ടായിരുന്നു. കാൾസ്റ്റാഡിൽ തന്റെ മുൻ അയൽക്കാരന്റെ മകളായ എലിസബത്ത് ക്രൈസ്റ്റിനോട് അയാൾക്ക് കടുത്ത അനുരാഗമായിരുന്നു. അന്ന് ഒരു ബാർബർക്ക് തന്റെ മകളെ നൽകില്ലെന്ന് എലിസബത്തിന്റെ അച്ഛൻ ട്രംപിനോട് പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ 1901 അയാൾ സർവ്വതാ യോഗ്യനായ ഒരു ധനികനായിരുന്നു. ട്രംപും ട്രംപിനേക്കാൾ 11 വയസ്സുകളായ എലിസബത്തും 1902 ഒക്ടോബർ 26 വിവാഹിതരായി. ഇതിനിടെ ട്രംപ് തിരിച്ചെത്തിയത് ജർമ്മൻ റോയൽ പോലീസ് അറിഞ്ഞിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും ഒളിച്ചുപോയി അമേരിക്കൻ പൗരനായ ട്രംപിനോട് എത്രയും വേഗം ജർമ്മനി വിടാൻ റോയൽ പോലീസ് സന്ദേശാസനം നൽകി. ട്രംപ് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ഒടുവിൽ ട്രംപിന് തന്റെ പുതുമണവാട്ടിയെയും കൊണ്ട് അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു. അമേരിക്കയിലേക്കുള്ള 2ാം വരവിൽ ന്യൂയോർക്കിൽ ട്രംപ് ഒരു ബാർബറായും ഒരു റെസ്റ്റോറന്റ് മാനേജറായും ജോലി കണ്ടെത്തി. ബ്രോങ്സിലെ ജർമ്മൻ കുടിയേറ്റക്കാർ താമസിക്കുന്ന മോറിസാനിയ നെയ്ബർഹുഡിലെ 1006 വെസ്റ്റ്ചെസ്റ്റർ അവന്യൂവിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. 2ാം
വരവിലെ ആദ്യഘട്ടത്തിൽ കാര്യമായൊന്നും സമ്പാദിക്കാൻ ഫ്രെഡറിക് ട്രംപിന് സാധിച്ചില്ല. വടക്കൻ പർവ്വതങ്ങളിലെ രണ്ടാംകിട അടവുകൾ ന്യൂയോർക്കിൽ ഫലിച്ചില്ല എന്നതാണ് സത്യം. ക്വീൻസിൽ താമസിക്കുമ്പോൾ ട്രംപ് മാൻഹാട്ടനിലെ 60 വാൾ സ്ട്രീറ്റിൽ ഒരു ബാർബർ ഷോപ്പ് തുറന്നു. അവിടെ പതിവുകാരായ നിരവധി പരിചയക്കാരെ കിട്ടി. അവരിൽ നിന്നും വിവരമറിഞ്ഞ് ഫ്രെഡറിക് ട്രംപ് ജമൈക്ക അവന്യൂവിലെ ഒരു സ്ഥലം നോക്കാൻ പോയി. ഭൂമി ട്രംപിന് നന്നായി ബോധിച്ചു. മാസങ്ങൾ നീണ്ട വിലപേശലിന് ശേഷം ഏതാണ്ട് ചുളുവിലയ്ക്ക് ആ 4 ഏക്കർ ഭൂമി അദ്ദേഹം വാങ്ങുന്നു. പിന്നീട് ന്യൂയോർക്ക് നഗരത്തിലെ ഓരോ സ്ക്വയർ ഫീറ്റ് സ്ഥലവും ആര് വാങ്ങണമെന്നും ആർക്ക് വാടകയ്ക്ക് നൽകണമെന്നും തീരുമാനിക്കുന്ന തരത്തിൽ വളർന്ന ട്രംപ് കുടുംബത്തിന്റെ നഗരത്തിലെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഡീൽ. 2 വർഷത്തിന് ശേഷം വുഡ് ഹാവൻ അവന്യൂവിലെ ആ ഭൂമിയിൽ വലിയൊരു അപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച് അദ്ദേഹം തന്റെ കുടുംബത്തെ ആ ഭൂമിയിലെ കെട്ടിടത്തിലേക്ക് മാറ്റി. നിരവധി മുറികൾ വാടകയ്ക്ക് നൽകി. അവിടെ വെച്ച് അദ്ദേഹത്തിന് 4 മക്കൾ ജനിച്ചു. മരിയാൻ ട്രംപ് ബാരി, ഫ്രെഡ് സി ട്രംപ്, എലിസബത്ത് ജോൺ ഗ്രോ, റോബർട്ടസ് ട്രംപ്. 1918 മെയ് 29 ഫ്രെഡറിക് ട്രംപ് മരിച്ചു. നമ്മുടെ കഥാനായകൻ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ മുത്തച്ഛൻ ട്രംപിന്റെ കഥയാണ് നമ്മൾ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മരിക്കുമ്പോൾ ക്വീൻസിലെ 2 നിലകളിലായി 7 മുറികളുള്ള ഒരു വീട്, 5 പ്ലോട്ടുകൾ, പണമായി $4000, $3600 തുല്യമായ ഓഹരികൾ എന്നിവയായിരുന്നു ഫ്രെഡറിക് ട്രംപിന്റെ ആസ്തി. ഇതോടൊപ്പം 14 മോർട്ട്ഗേജ് ലോണുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. മരിക്കുമ്പോൾ ഫ്രെഡറിക് ട്രംപിന്റെ ആകെ ആസ്തി $31,359 ആണെന്ന് പിന്നീട് ജീവചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. 2025 കണക്കിൽ നോക്കിയാൽ ഏതാണ്ട് $6,35,228, 5,50 കോടി രൂപയോളം മാത്രം.